RDX ആദ്യ വിഷയത്തിലേക്ക്. കായംകുളം LDF സ്ഥാനാർത്ഥി യു പ്രതിഭയ്ക്കെതിരായ UDF മണ്ഡലം കൺവീനറും ലീഗ് നേതാവുമായ A ഇർഷാദ് നടത്തിയ അധിക്ഷേപ പ്രസംഗത്തിൽ വൻ പ്രതിഷേധം. വാക്ചാതുര്യം കൊണ്ടും ശരീര അഴകുകൊണ്ടും അതൊക്കെ വിൽപ്പനയ്ക്ക് വെച്ചുകൊണ്ടാണ് അവർ വീണ്ടും തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്ന് ലീഗ് നേതാവ് ഇന്നലെ അധിക്ഷേപ പ്രസംഗം നടത്തി. കായംകുളത്ത് വെച്ച് നടന്ന UDF തെരഞ്ഞെടുപ്പ് കൺവെൻഷനിലായിരുന്നു ദേഹനിന്ദ നടത്തിക്കൊണ്ടുള്ള സ്ത്രീവിരുദ്ധ പ്രസ്താവന. പരാമർശം വിവാദമായതോടെ അതിൽ ഖേദം പ്രകടിപ്പിച്ച ഇർഷാദ് രംഗത്തെത്തി. സോഷ്യൽ മീഡിയയിലെ പ്രചാരണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും പ്രസംഗം തെറ്റായി പ്രചരിപ്പിക്കുന്നു എന്നുമൊക്കെ ഇർഷാദ് ന്യായീകരിക്കുകയും ചെയ്തു. അതേസമയം അധിക്ഷേപ പരാമർശത്തിനെതിരെ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നതിനിടെ യു പ്രതിഭ പൊട്ടിക്കരഞ്ഞു. ഖേദപ്രകടനം അംഗീകരിക്കില്ലെന്നും അത്രയ്ക്കും നീചമായ പരാമർശമാണ് ലീഗ് നേതാവ് നടത്തിയതെന്നും പ്രതിഭ പറഞ്ഞു. പ്രതിപക്ഷ നേതാവിന്റെയും UDF നേതാക്കളുടെയും കാപട്യമാണ് തുറന്നു കാട്ടപ്പെട്ടതെന്നായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രതികരണം. സ്ത്രീകളെ വ്യക്തിത്വമുള്ള മനുഷ്യരായി കാണാതെ അവരെ അവഹേളിക്കുന്ന ജീർണമായ രാഷ്ട്രീയ മനോഭാവമാണ് പുറത്തു വന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അതേസമയം അധിക്ഷേപ പരാമർശത്തെ തള്ളിക്കളയുന്നു എന്ന് കായംകുളത്തെ UDF സ്ഥാനാർത്ഥി M ലിജു പറഞ്ഞു. മണ്ഡലം കൺവീനർ സ്ഥാനത്ത് നിന്ന് ഇർഷാദിനെ മാറ്റി UDF നടപടി സ്വീകരിച്ചു. തികച്ചും ഹീനമായ സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ കൊണ്ടുള്ള പ്രസംഗങ്ങൾ നടത്താൻ ഈ തെരഞ്ഞെടുപ്പ് കാലത്തും നേതാക്കൾ മുതിരുന്നത് എന്തുകൊണ്ടാണ്? കാണാം RDX. കടുത്ത അധിക്ഷേപ പരാമർശങ്ങളാണ് യു പ്രതിഭയ്ക്കെതിരെ മുസ്ലിം ലീഗ് നേതാവായ A ഇർഷാദ് ചക്കാലശ്ശേരി പറഞ്ഞത്. കായംകുളത്തെ LDF സ്ഥാനാർത്ഥി ശരീര അഴക് കൊണ്ടും നാവു ചാതുര്യം കൊണ്ടും വോട്ട് പിടിക്കുന്നു എന്നായിരുന്നു UDF കൺവീനർ കൂടിയായ A ഇർഷാദിന്റെ പരാമർശം. DCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ വേദിയിലിരിക്കെയാണ് ഇർഷാദ് ചക്കാലശ്ശേരി സ്ത്രീവിരുദ്ധ പരാമർശം നടത്തിയത്. യു പ്രതിഭയുടെ മകൻ ഉൾപ്പെട്ട കഞ്ചാവ് കേസിനെ കുറിച്ചും UDF നേതാവ് പ്രസംഗത്തിൽ പരാമർശിച്ചു. പ്രതിഭയ്ക്കെതിരായ അധിക്ഷേപത്തെ ശക്തമായി അപലപിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. അവൾക്കൊപ്പം എന്ന് ആവർത്തിക്കുന്ന പ്രതിപക്ഷത്തിന്റെ കാപട്യമാണ് ഇതിലൂടെ തുറന്നുകാട്ടുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വിഷയത്തിൽ മുസ്ലിം ലീഗ് നേതാവിനെതിരെ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്ന് CPM നേതാവ് CS സുജാത വ്യക്തമാക്കി. സ്ത്രീവിരുദ്ധ പരാമർശത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ നിലപാട് വ്യക്തമാക്കണമെന്ന് DYFI ആവശ്യപ്പെട്ടു. ഇതിനിടെ സ്ത്രീവിരുദ്ധ പരാമർശത്തിൽ ലീഗ് നേതാവ് A ഇർഷാദ് ഖേദം പ്രകടിപ്പിച്ചു. പ്രസംഗം പൂർണ്ണമായും കേൾക്കണമെന്നും ഒരു ഭാഗം മാത്രം അടർത്തിയെടുത്ത് പ്രചരിപ്പിക്കുന്നുവെന്നുമാണ് ഇർഷാദിന്റെ വിശദീകരണം. RDX ന്യൂസ് മലയാളം. ഇന്നലെ കായംകുളത്ത് വെച്ച് നടന്ന തെരഞ്ഞെടുപ്പ് കൺവെൻഷനിലായിരുന്നു മുസ്ലിം ലീഗ് നേതാവ് A ഇർഷാദ് ചക്കാലശ്ശേരിയുടെ അധിക്ഷേപ പരാമർശം. നേരത്തെ ഇത് പിന്നെയും ആവർത്തിക്കേണ്ടതില്ലാത്തത് കൊണ്ട് പറഞ്ഞത് എന്താണെന്ന് ഞാൻ ആവർത്തിക്കുന്നില്ല. അത് നമുക്കൊന്ന് കാണാം. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും തന്നെ ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ അവർക്ക് ഒന്നും തന്നെ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള പരമമായ യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോഴാണ് വീണ്ടും അവരുടെ നാട്ടുചാതുര്യം കൊണ്ടും ശരീര അഴവ് കൊണ്ടും അതൊക്കെ തന്നെ സെയിൽ ചെയ്തുകൊണ്ട് അത് തന്നെ വിൽപ്പന ആക്കി വെച്ചുകൊണ്ട് വീണ്ടും അവർ തെരഞ്ഞെടുപ്പിൽ നേരിടുകയാണ്. മുസ്ലിം ലീഗ് നേതാവിന്റെ വാക്കുകൾ ഞെട്ടലുണ്ടാക്കിയെന്നും ഒരു സ്ത്രീയോടും ഇങ്ങനെ പറയാൻ പാടില്ലെന്നും യു പ്രതിഭ പറഞ്ഞു. ശരീരഭാഷ പോലും മോശമാക്കിയാണ് പറഞ്ഞത്. ആ വാക്കുകൾ DCC പ്രസിഡന്റ് അടക്കം കേട്ടിരുന്നു. സ്ത്രീകളെ മൊത്തത്തിൽ അപമാനിക്കുന്ന പരാമർശമാണ് ഉണ്ടായതെന്നും യു പ്രതിഭ പറഞ്ഞു. സ്ത്രീകളൊക്കെ ശക്തര് തന്നെയാണ്. അവരെ ഡിമോറലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള ചില നീചമായ ശക്തികളുടെ ലക്ഷ്യം. ഡിമോറലൈസ് ചെയ്ത് കഴിഞ്ഞാൽ സ്ത്രീകളൊക്കെ ഈ രംഗത്തുനിന്ന് ഓടിപ്പോകും എന്നാണ് ചിലർ കരുതുന്നത്. പക്ഷേ അങ്ങനെ കായംകുളം ഹൃദയത്തിലേറ്റിയതാണ് ഞങ്ങളെയൊക്കെ തന്നെ. അത്രയും അധികം കായംകുളത്തോട് ചേർന്ന് നിന്നതാണ്. അവിടെയാണ് കുടുംബത്തെ വ്യക്തിയൊക്കെ അദ്ദേഹം അധിക്ഷേപിച്ചത്. UDF നേതാവിന്റെ അധിക്ഷേപ പരാമർശത്തിനെതിരെ CPIM നേതാക്കൾ രംഗത്തെത്തി. ഇതിനപ്പുറം ഒരു വൃത്തികേട് കാണിക്കാനില്ലെന്നും ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുമെന്നും PK ശ്രീമതി ടീച്ചർ പറഞ്ഞു. വിഷയത്തിൽ മുസ്ലിം ലീഗ് നേതാവിനെതിരെ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്ന് CS സുജാത വ്യക്തമാക്കി. സ്ത്രീവിരുദ്ധ പരാമർശത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ നിലപാട് വ്യക്തമാക്കണമെന്ന് DYFI സംസ്ഥാന പ്രസിഡന്റ് V വാസിഫ് ആവശ്യപ്പെട്ടു. ഇത്ര മോശമായ രീതിയിലുള്ള ലൈംഗിക അതിക്രമം വാക്കുകൾ കൊണ്ട് നടത്തുക, അതും അങ്ങേയറ്റം അതിശയപാർഹമായ വിധത്തിൽ നടത്തുക എന്ന് പറഞ്ഞാൽ ഇതിനപ്പുറത്തൊരു വൃത്തികേട് കാണിക്കാനില്ല. ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ കംപ്ലൈന്റ് കൊടുക്കും. പരാജയ ഭീതി പൂണ്ട UDF ഈ രൂപത്തിലുള്ള അധിക്ഷേപവുമായി ഇറങ്ങിത്തിരിച്ചാൽ അവിടുത്തെ ബഹുജനങ്ങൾ, മഹാഭൂരിപക്ഷം വരുന്ന വോട്ടർമാരായിട്ടുള്ള സ്ത്രീകളടക്കം ശക്തമായിട്ടുള്ള മറുപടി ഇതിന് കൊടുക്കുക തന്നെ ചെയ്യും. വലിയ രീതിയിൽ കേരളത്തിലെ പൊതുസമൂഹം ഈ പറയുന്ന വലതുപക്ഷത്തെ
പ്രത്യേകിച്ച് ഈ മുസ്ലിം ലീഗിനെ ഒക്കെ വിലയിരുത്തണം എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പ്രതിപക്ഷ നേതാവ് ഈ വിഷയത്തിൽ മറുപടി പറയണം. ഇങ്ങനെയാണോ നിങ്ങൾ പ്രചരണം നടത്താൻ പോകുന്നത് എന്ന് പറയേണ്ടതുണ്ട്. UDF നേതാവിന്റെ പരാമർശം തെറ്റാണെന്നും അതൊരിക്കലും അംഗീകരിക്കുന്നില്ലെന്നും കായംകുളത്തെ UDF സ്ഥാനാർത്ഥി എം ലിജു പറഞ്ഞു. വ്യക്തിപരമായ വിമർശനങ്ങൾ നടത്തേണ്ടതല്ല തെരഞ്ഞെടുപ്പ് പ്രസംഗമെന്നും എം ലിജു പറഞ്ഞു. UDFന്റെ ഒരു നേതാവ്, മാന്യനായ ഒരു നേതാവായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഉപയോഗിച്ച ഒരു പദം അതൊട്ടും ശരിയായില്ല, പദപ്രയോഗം ഒട്ടും ശരിയായില്ല. ഞാനതിനെ 100% അപലപിക്കുന്നു, അതിനെ തള്ളിക്കളയുന്നു. ഐക്യ ജനാധിപത്യങ്ങളുടെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ നേതാക്കന്മാരുടെയും പ്രവർത്തകരുടെയും പ്രവർത്തനങ്ങളുടെ ധാർമ്മിക ഉത്തരവാദിത്വവും എനിക്കുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അതുകൊണ്ട് സമൂഹത്തോട് എല്ലാവരോടും അദ്ദേഹത്തിന്റെ പരാമർശത്തിന്റെ പേരിൽ ഞാൻ ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്യും. പ്രതിഭയ്ക്കെതിരായ സ്ത്രീവിരുദ്ധ പരാമർശത്തിൽ ലീഗ് നേതാവ് എ ഇർഷാദ് ഖേദം പ്രകടിപ്പിച്ചു. പരാമർശത്തിൽ നിർവ്യാജം ഖേദിക്കുന്നുവെന്നും പ്രസംഗത്തിലെ ഒരു ഭാഗം മാത്രം അടർത്തിയെടുത്ത് പ്രചരിപ്പിച്ചതാണെന്നും എ ഇർഷാദ് പറഞ്ഞു. എൻ്റെ പ്രവർത്തനങ്ങളിൽ നാളിതുവരെ അത്തരത്തിൽ ഒരു സ്ത്രീക്കോ അല്ലെങ്കിൽ അതല്ലാതെ ആളുകൾക്ക് പോലും അങ്ങനൊരു പരാമർശമുള്ളതായി നാളിതുവരെ പറയാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ ഇത് ആരോ ഒക്കെ ഇത്തരത്തിലുള്ള ഒരു പ്രസംഗം വളച്ചൊടിച്ച് അതുകൊണ്ട് ആ രീതിയിൽ കൊടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കി. ഏതായിരുന്നാലും ശരി തന്നെ, രണ്ടായിരുന്നാലും അങ്ങനെ ഒരു പരാമർശം എന്നിൽ നിന്നുണ്ടായതിൽ ആർക്കെങ്കിലും ഖേദമുണ്ടായിട്ടുണ്ടെങ്കിൽ, ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ തീർച്ചയായും ഞാൻ നിർവ്യാജം ഖേദം പ്രകടിപ്പിക്കും. നിയമപരമായി പോയാൽ നമ്മളതിന് അതിൻ്റെ കാര്യങ്ങൾ പറയേണ്ടത്. കായംകുളം നിയോജക മണ്ഡലത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ പ്രതിഭയാണ് CPIM-ന്റെ സ്ഥാനാർത്ഥി, എം ലിജുവാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി, NDAയുടെ സ്ഥാനാർത്ഥി തമ്പി മേട്ടുത്തറയാണ്. കായംകുളം 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതികരിച്ചത് എങ്ങനെയാണെന്ന് നോക്കാം. പ്രതിഭയെ വിജയിപ്പിച്ചു. 48.1% വോട്ടുണ്ടായിരുന്നു. അരിത ബാബു ആയിരുന്നു എതിർ സ്ഥാനാർത്ഥി. 44.2% വോട്ടാണ് നേടിയത്. BDJS-ന്റെ പ്രദീപ് ലാൽ 7.1% വോട്ടുമാണ് നേടിയത്. അങ്ങനെ 6298 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കായംകുളത്ത് നിന്ന് പ്രതിഭ വിജയിച്ചത്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ സാഹചര്യം കൂടി നോക്കാം. ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലാണ് കായംകുളം ഉൾപ്പെടുന്നത്. മണ്ഡലത്തിൽ ഓരോ മുന്നണിക്കും ലഭിച്ച വോട്ടുകൾ പരിശോധിക്കണമല്ലോ. അങ്ങനെ നോക്കിയാൽ 2024 തെരഞ്ഞെടുപ്പിൽ KC വേണുഗോപാൽ അവിടെ 33.81% നേടി. ശോഭാ സുരേന്ദ്രൻ BJP 32.84 നേടി. AM ആരിഫ് 32.33% ആണ് നേടിയത്. അവിടെ UDF-ന് 1441 വോട്ടുകളുടെ ലീഡ് ഉണ്ടായിരുന്നു എന്നതായിരുന്നു ആ മണ്ഡലത്തിലെ അവസ്ഥ. നമ്മളിതിപ്പോൾ ഈ മണ്ഡലത്തിലെ വോട്ട് അവസ്ഥയും തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണെന്നതുമൊക്കെ ഈ വിഷയത്തിൽ ഒരു ഘടകമല്ലെങ്കിൽ കൂടി ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിലാണല്ലോ ഇതൊക്കെ സംഭവിച്ചിരിക്കുന്നത് എന്നതുകൊണ്ടാണ് അതുകൂടി എടുത്തു പറഞ്ഞത്. ഇതിപ്പോൾ ഒരു പുതിയ കാര്യമല്ല ഇത്തരത്തിൽ സ്ത്രീവിരുദ്ധമായ പരാമർശങ്ങൾ രാഷ്ട്രീയ നേതാക്കൾ നടത്തുന്നത്. അതിപ്പോൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയെ ചൂണ്ടി ഈ രാഷ്ട്രീയ പാർട്ടി എല്ലാ കാലത്തും സ്ത്രീവിരുദ്ധമാണ് എന്ന് പറയുന്നതിനപ്പുറം സംസ്ഥാനത്ത് മിക്കവാറും ഒട്ടുമിക്ക രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലുമൊക്കെ ഘട്ടത്തിൽ ഈ രാഷ്ട്രീയ പ്രവർത്തകരായ സ്ത്രീകൾക്കെതിരെ തന്നെയുള്ള ഇത്തരം പരാമർശങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതിപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്താണ് ഉണ്ടാകുന്നത്. കൂടുതൽ ആ മട്ടിൽ ചർച്ചയാവുന്നു എന്നത് മാത്രമേ ഉള്ളൂ. അതിനപ്പുറത്ത് മുമ്പും സമാനമായ സ്വഭാവത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴത്തെ ഈ പരാമർശം പക്ഷേ ഒരു തരത്തിലും ക്ഷമിക്കാവുന്നതുമല്ല. എന്താ തോന്നുന്നത്? ഒട്ടും നോർമലൈസ് ചെയ്യാൻ പറ്റാത്ത ഒരു പരാമർശമാണ്. ഒട്ടും ക്ഷമിക്കാൻ പറ്റാത്തതാണ്. അപലപിക്കുകയാണ്. അതിനെ തള്ളിക്കളയണമെന്ന് പൊതുസമൂഹത്തോട് അഭ്യർത്ഥിക്കുകയാണ്. ഒരു സ്ത്രീ അവരുടെ വ്യക്തിത്വത്തെ കാണാതെ, അവർ ഉയർത്തിപ്പിടിക്കുന്ന ആദർശങ്ങളെ മുഖവിലക്കെടുക്കാതെ, അവർ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം കാണാതെ, അവരുടെ പ്രവർത്തനങ്ങൾ മാനിക്കാതെ ഇത്തരത്തിൽ ഈ ശരീരം വിൽപ്പനയ്ക്ക് വെച്ചിട്ട് മത്സരത്തിന് ഇറങ്ങുന്നു എന്നൊക്കെ പറയുന്നത് ലിംഗം കൊണ്ട് ചിന്തിക്കുന്നവർക്ക് മാത്രം പറ്റുന്ന കാര്യമാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ആ തലച്ചോറ് അട്ടത്ത് വെച്ചിട്ട് ഇത്തരം ആണഹന്തയുടെ ഭാഗമായി സംസാരിക്കുന്ന ആളുകളാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി അവർ എത്ര മാന്യതയുടെ മുഖം മൂടി ഇട്ട് കഴിഞ്ഞാലും ഒരു സ്ത്രീക്കെതിരെ, ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവരെ എങ്ങനെ ബഹുമാനിക്കുന്നു, അവരെ എങ്ങനെ കാണുന്നു, അവരെ സമീപിക്കുന്നു, അവരെ കൈകാര്യം ചെയ്യുന്നു എന്നനുസരിച്ചിരിക്കും ഒരു സമൂഹത്തിൻ്റെ ക്വാളിറ്റി തന്നെ, ഒരു വ്യക്തിയുടെ ക്വാളിറ്റി തന്നെ. ഇനി അത് സർക്കാരായിക്കോട്ടെ, സംഘടനയായിക്കോട്ടെ, എന്ത് തന്നെ ആയിക്കോട്ടെ. അതായത് ഒരു രാജ്യത്തിന് തന്നെ പുരോഗതി നിർണ്ണയിക്കുന്ന തെർമോമീറ്റർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത് സ്ത്രീകളോടുള്ള സമീപനമാണ്. അത് മുഴുവൻ അത്തരത്തിലുള്ള യാതൊരു പരിഗണന പോട്ടെ, അത്തരത്തിലുള്ള യാതൊരു ബോധവും ഇല്ലാത്ത തരത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ ഇത്തരത്തിൽ സംസാരിക്കണമെങ്കിൽ ഇത് കാലങ്ങളായി തുടർന്നു വരുന്ന ജനിതകപരമായ പ്രശ്നമാണെന്നേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അല്ലാതെ ഒരു നിമിഷത്തിൽ പൊട്ടിമുളച്ചുകൊണ്ട് ഏതെങ്കിലും ഒരാൾക്ക് എതിരെ പെട്ടെന്ന് ഇങ്ങനെ അങ്ങ് പറഞ്ഞേക്കാം എന്നുള്ളൊരു ടങ് സ്ലിപ്പായി നമുക്കിതിനെ കാണാൻ പറ്റുമോ? അങ്ങനെയാണോ സ്ത്രീകൾ നമുക്കിടയിൽ പ്രവർത്തിക്കുകയും വളർന്നു വരികയും അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അഭിപ്രായങ്ങൾ പറയുകയോ ഒരു സ്ഥാനത്തിരിക്കുകയോ ചെയ്യുന്നത്? അല്ലല്ലോ. അപ്പോൾ അത് മനുഷ്യനാവണം, എന്നിട്ട് വേണം നിലയും വിലയും ഉണ്ടാക്കണമെന്നൊക്കെ നമ്മൾ പറയണം. അപ്പോൾ
ഒരു ബേസിക് മനുഷ്യൻ്റെ രൂപത്തിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ അത്തരം ആലോചനകൾ കൊണ്ടുകൊണ്ട് ഒരു എമ്പതി വേണം തൊട്ടടുത്തുള്ളവരോട്. അവരെ ഏത് തരത്തിൽ പരിഗണിക്കണം എന്നുള്ളത് ഞാൻ അല്പം വൈകാരികമായിട്ടാണ് തോന്നുന്നു ഇപ്പോൾ സംസാരിക്കുന്നത്. പക്ഷേ എങ്കിൽ പോലും അതിനപ്പുറത്തേക്ക് ഇത് നമ്മൾക്ക് കേൾക്കുമ്പോൾ തോന്നുന്നത് ഞാനടക്കമുള്ള സമൂഹം, ഞാനടക്കമുള്ള പെൺസമൂഹം, നമ്മൾ എല്ലാ ഘട്ടത്തിലെത്തുമ്പോഴത്തേനും ഒരു ഗ്ലാസ് സീലിംഗ്, അത് ഈ ആണഹന്തയുടെ പുരുഷ കേന്ദ്രീകൃത കണ്ണിലൂടെ ഒരു സ്ത്രീകളെ നിർവചിച്ച് തളച്ചിടാനുള്ള ചില വെമ്പലുകളുണ്ടല്ലോ. അത് ഒരു സ്ഥാപനത്തിലുണ്ടാവും, രാഷ്ട്രീയ പാർട്ടികളിൽ എസ്പെഷ്യലി ഉണ്ട്. അവർക്ക് എല്ലാ കാലത്തും അങ്ങനെയാണ്. അത്തരത്തിലുള്ള ഒരു ഗ്ലാസ് സീലിംഗ് സെറ്റ് ചെയ്ത് വെക്കുകയാണ്. എന്നിട്ട് അതിനപ്പുറത്തേക്ക് ആരെങ്കിലുമൊക്കെ വളർന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും അവരെ ആദ്യം വൈകാരികമായി തളർത്തുക എന്നുള്ളതാണ് നോക്കുന്നത്. ആ വൈകാരികമായി തളർത്തുന്നതിൻ്റെ ഒന്നാമത്തെ പടിയാണ് അവരുടെ സകല നേട്ടങ്ങളും, അവരാർജിച്ചെടുത്ത സകല ഊർജങ്ങളും, അവരാർജിച്ചെടുത്ത സകല രാഷ്ട്രീയ ബോധ്യങ്ങളെയും കാണാതെ അതിനെ മൊത്തം അവഗണിച്ചുകൊണ്ട് അവരുടെ ശരീരം ആദ്യം കാണുന്നത്. രാഷ്ട്രീയ മാലിന്യം എന്നല്ലാതെ ഇതിനൊന്നും പറയാൻ കഴിയില്ല. ഇത്രയും മലീമസമായ ഒരു രാഷ്ട്രീയം നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യരുതെന്നാണ് എൻ്റെ അഭിപ്രായം. ഇനി ഇതാണോ ഇവിടുത്തെ ഒരു രീതി? ഇത് ആദ്യമായിട്ടാണോ? ഹർഷൻ പറഞ്ഞതുപോലെ ശരിയാണ്. ഇപ്പോൾ സമീപ ചരിത്രത്തിൽ തന്നെ, സമീപകാലത്ത് തന്നെ, എന്തിനാണ് ചരിത്രം പറയുന്നത്, സമീപകാലത്ത് തന്നെ ഇതിപ്പോൾ വീണ ജോർജിനെതിരായ ഒരു അതിക്രമം വരുന്നു. ആ വീണ ജോർജിൻ്റെ ഇന്നത്തെ നമ്മുടെ ഇലക്ഷൻ ട്രാവലറിൻ്റെ ഭാഗമായി മന്ത്രി പറയുകയാണ്, എനിക്ക് ദേഹത്ത് വേദനയുണ്ടായി, അതുപോലും പരിഗണിക്കാതെയാണ് ആളുകൾ അതിനോട് പ്രതികരിച്ചത്. അത് അതൊരു സത്യമല്ലേ? അവർക്ക് ഒരു മനുഷ്യനെ വേദനിച്ചു എന്നുപോലും പരിഗണിക്കാതെ അതിൽ രാഷ്ട്രീയം മാത്രം കാണുകയോ അത് അഭിനയമായി മറ്റു രീതിയിൽ ചിത്രീകരിക്കുകയോ ചെയ്യുന്നത് എന്തുതരം രാഷ്ട്രീയമാണത്? അതിൽ എനിക്ക് മനസ്സിലാവുന്നില്ല. അത് അല്ലെങ്കിൽ രാഷ്ട്രീയം പറയണം, രാഷ്ട്രീയമായി തന്നെ അത് അവരുടെ വാദങ്ങളുടെ മുനയൊടിച്ച് കളയണം, അതല്ലേ വേണ്ടത്. അല്ലാത്ത പക്ഷം വ്യക്തി അധിക്ഷേപം നടത്തിയിട്ട് അതിനെ മറികടന്നുകൊണ്ട് ഒരാളെ അവരുടെ എതിർ ശബ്ദങ്ങളെ അടിച്ചിരുത്തുക എന്നുള്ളത് ശരിയായ രാഷ്ട്രീയമാണെന്ന് ഞാനൊരിക്കലും, ഭൂഷണമായ രാഷ്ട്രീയമാണെന്ന് ഞാനൊരിക്കലും വിചാരിക്കുന്നില്ല. ഇനി വീണ ജോർജിൻ്റെ കാര്യം അവിടെ ഇരിക്കട്ടെ. അതിന് മുൻപ് കെ ശൈലജയുടെ കാര്യത്തിൽ എന്തായിരുന്നു? സ്ക്രീൻഷോട്ട് വിഷയം വന്നപ്പോൾ കെ ശൈലജയെ ഏതു തരത്തിലാണ് ആക്രമിച്ചത്? മാത്രമോ കോവിഡ് റാണി, സീസറമ്മ, ഇങ്ങനെയൊക്കെ ആയിരുന്നില്ലേ വിശേഷിപ്പിച്ചിരുന്നത് അവരെ? അപ്പോൾ ഈ സൈബർ ഇടത്തിൽ തുടരുന്ന ഈ അധിക്ഷേപത്തിന് അറുതി വരുത്തുവാൻ കഴിഞ്ഞ ദിവസം ദേശീയ മാധ്യമപ്രവർത്തകരുടെ കൂട്ടായ്മ തന്നെ കോൺഗ്രസ് നേതൃത്വത്തിന് ഇത്തരത്തിലൊരു പരാതിയൊക്കെ കൊടുത്തിരുന്നു. അതിലൊന്നും യാതൊരുവിധ ഇടപെടലും ഉണ്ടായെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നിട്ട് ഇവിടെയുള്ള ഒരു സമൂഹം പറയുകയാണ്, സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി വോട്ട് ചെയ്യണം എന്ന് ഇവിടെയുള്ള കോൺഗ്രസ്സുകാർ പറയുന്നത്. ഞാൻ ഇന്ന് അല്ലെങ്കിൽ ഒരു UDF മാത്രം കുറ്റപ്പെടുത്തിയോ മറ്റോ അല്ല സംസാരിക്കുന്നത്. ഇത് ഹർഷൻ പറയുന്നത് പോലെ തന്നെ നേരത്തെ തന്നെ LDF ആളുകളും ഇത്തരത്തിലുള്ള വലിയ പരാമർശങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. അത് നമ്മൾക്ക് ഈ ഘട്ടത്തിൽ പറഞ്ഞ് ആരെയും ഓർമ്മിപ്പിക്കുന്നില്ല അത്തരം വാക്കുകൾ എന്തൊക്കെയാണെന്നുള്ളത്. പക്ഷേ അപ്പോഴും ഞാൻ ആലോചിക്കുകയാണ്, ഇപ്പോൾ സാദിഖ് അലി തങ്ങൾക്കെതിരായി ഒരു പരാമർശം വരുന്നു, അല്ലെങ്കിൽ ഒരു വ്യാജമെന്നോ അതിൽ അന്വേഷണം നടക്കുന്നതേ ഉള്ളൂ, എങ്കിൽ പോലും നമ്മളാരും ആ കാര്യത്തിൽ അത് വിശ്വസിക്കുന്നില്ല, അതൊരു മുഖവിലേക്ക് എടുക്കുന്നില്ല നിലവിൽ. പക്ഷെ അപ്പോഴും എതിർ രാഷ്ട്രീയക്കാർ അതിന് കൊടുത്ത ഒരു രാഷ്ട്രീയ മാന്യതയുണ്ട്. അങ്ങനെ ഒരു ഘടകമുണ്ടല്ലോ രാഷ്ട്രീയത്തിൽ, രാഷ്ട്രീയ മാന്യത എന്നുള്ളത്. കാരണം അതിനെ അപലപിച്ചുകൊണ്ട് അവരൊക്കെ രംഗത്തെത്തുകയോ അദ്ദേഹത്തോടൊപ്പം ചേർന്ന് നിൽക്കുകയോ അതിൽ ചില പ്രശകകളുണ്ടെന്ന് തിരിച്ചറിയുകയോ ചെയ്യുന്ന ഒരു രാഷ്ട്രീയ മാന്യത അവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത്തരമൊരു രാഷ്ട്രീയ മാന്യത ഇത്തരം വിഷയത്തിലും കൂടി ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താ കുറഞ്ഞു പോകുമോ രാഷ്ട്രീയ പാർട്ടികൾക്ക്? ഇല്ലല്ലോ. വ്യക്തികൾക്ക് എന്താ അതൊരു കുറച്ചിലാകുമോ? അങ്ങനെ ഒരു രാഷ്ട്രീയ മാന്യത കാണിച്ചു കഴിഞ്ഞാൽ ഇനി പോട്ടെ, മനുഷ്യൻ എന്ന നിലയ്ക്ക് ഒരു പരിഗണന കാണിച്ചു കഴിഞ്ഞാൽ എന്താ 4 വോട്ട് കുറഞ്ഞു പോകുമോ? അതല്ലേ ചോദിക്കേണ്ടത്. അപ്പോൾ അതൊന്നുമില്ല. അപ്പോൾ ഇത്തരം കാര്യത്തിൽ ഇനി പ്രതിഭയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ, പ്രതിഭ ഇന്നലത്തെ മഴയ്ക്ക് പൊട്ടിമുളച്ച ഒരു നേതാവൊന്നുമല്ല. അവർ SFI കാലം മുതൽ ഈ LDFൽ പാർട്ടിയുടെ ഭാഗമായി പ്രവർത്തിച്ചു വരുന്ന ഒരാളാണ്, CPMൽ പ്രവർത്തിച്ചു വരുന്ന ആളാണ്. അതിനുശേഷം അവർ ഗ്രാമപഞ്ചായത്ത് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു, മത്സരിക്കുന്നു, ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്നു, വിജയിക്കുന്നു. അതിനുശേഷമാണ് അവർ നിയമസഭാ മണ്ഡലത്തിലേക്ക് ജനവിധി തേടുന്നത്. അതിനുശേഷം 2 തവണയാണ് അവരെ കായംകുളംകാർ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അവരവിടെ നടത്താത്ത വികസന പ്രവർത്തനങ്ങളുണ്ടോ? അവിടെ കുടിവെള്ളമായിക്കോട്ടെ, പാലങ്ങളായിക്കോട്ടെ, റോഡുകളായിക്കോട്ടെ, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ചികിത്സാ ചെലവുകൾ വഹിക്കുന്ന തരത്തിലേക്ക് ആളുകൾക്ക് അത്തരം വികസനങ്ങൾ എത്തിച്ചു കൊടുക്കുന്നത് ആയിക്കോട്ടെ. ഇനി അവരെങ്ങനെയാണ് സോഷ്യൽ മീഡിയയിൽ ഇടപെടുന്നത്? ഞാൻ രാഷ്ട്രീയ ഭേദമന്യേ സംസാരിക്കുകയാണ്. നമ്മളൊരു ഫേസ്ബുക്കിൽ റീലുകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ഭംഗിയായി പ്രസംഗിക്കുന്ന പ്രതിഭയെ കാണുന്നു, വിശപ്പിൻ്റെ വിളി കേൾക്കുന്ന സർക്കാരിനെ പറ്റി പറയുന്ന പ്രതിഭയെ കാണുന്നു. ഇതെന്താണ്? ഇത്ര വൃത്തിയായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തിക്കൊണ്ടുപോകുന്ന ഒരാൾ ആദ്യം അവരുടെ ശരീരത്തെ പറ്റിയാണോ ബോധവാനാവേണ്ടത്? അല്ലെങ്കിൽ അവരുടെ ഏത് വസ്ത്രം ധരിക്കുന്നു എന്നുള്ളതാണ് ഒരു പൊതുപ്രവർത്തക
അല്ലെങ്കിൽ അവരുടെ പ്രവൃത്തികൾക്കല്ലേ അവർ ആദ്യം പരിഗണന കൊടുക്കേണ്ടത്? അതല്ലേ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അതിനുള്ള തെളിവുകളല്ലേ ആ മണ്ഡലത്തിലുള്ളത്? അപ്പോൾ ഞാൻ ചോദിക്കുന്നത് അതാണ്. ഇത് പിന്നെ രാഷ്ട്രീയ മാലിന്യം എന്നല്ലാതെ ഇത്തരം കമൻറ്റുകളെയും ഇത്തരം അധിക്ഷേപങ്ങളെയൊക്കെ മറ്റെങ്ങനെയാണ് വിശേഷിപ്പിക്കാനാവുക? അതെ, അല്ല ഇതിനകത്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും ഞാൻ തുടക്കത്തിൽ പറഞ്ഞ മട്ടിൽ തന്നെയാണ് ഞാൻ അതിൻ്റെ ഒരു തുടർച്ച തന്നെയാണ് ഞാനും പറയാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ എല്ലാവരുടെയും പേരെടുത്ത് പറഞ്ഞിട്ട് ഇതിനെ സാമാന്യവൽക്കരിക്കുന്ന മട്ടിലേക്ക്, ഈ പരാമർശത്തെ സാമാന്യവൽക്കരിക്കുന്ന മട്ടിലേക്ക് അത് പോകുമോ എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ആദ്യഘട്ടത്തിൽ പറയാതിരുന്നത്. പക്ഷേ ശ്യാമിലി ഏതാണ്ട് ഈ കാര്യങ്ങൾ ഇത്രയും വിശദീകരിച്ച സ്ഥിതിക്ക് നമുക്കതുകൂടി ആലോചിച്ചു പോകാം. അതായത് സംസ്ഥാന രാഷ്ട്രീയത്തിലെ ഏറ്റവും ബഹുമാന്യനായ, ഞാനേറെ ബഹുമാനിക്കുന്ന VS അച്യുതാനന്ദൻ മുതൽ ഇങ്ങോട്ട് MM മണി, അതുപോലെ ഇപ്പോൾ കെ സുധാകരൻ, കെ സുരേന്ദ്രൻ, KC അബു, ഇങ്ങനെ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ, ഇങ്ങനെ മിക്കവാറും പുരുഷ നേതാക്കന്മാരിൽ പലരും ഇപ്പോൾ ഇന്നിപ്പോൾ ഈ പ്രശ്നത്തിൽ പെട്ടിരിക്കുന്ന അവിടുത്തെ മുസ്ലിം ലീഗിൻ്റെ നേതാവും UDFിൻ്റെ കൺവീനറുമായിട്ടുള്ള ഇർഷാദ് അല്ല, അതിനേക്കാൾ ഉയർന്ന നേതാക്കന്മാരടക്കം ഈ സമാനമായ സ്വഭാവത്തിലുള്ള പരാമർശങ്ങൾ ഈ മട്ടിലല്ല എങ്കിൽ കൂടി അതിന് ഏറ്റക്കുറച്ചിലുണ്ടാകും. പരാമർശങ്ങളുടെ സ്വഭാവത്തിനൊക്കെ ഏറ്റക്കുറച്ചിലുണ്ടാകുമെങ്കിലും സ്ത്രീവിരുദ്ധമായ പരാമർശങ്ങൾ തീർച്ചയായും പല തരത്തിൽ നടത്തിയിട്ടുണ്ട്. അത് ഒരു പുരുഷാധിപത്യ സമൂഹത്തിൽ സംഭവിക്കുന്ന മട്ടിൽ നമ്മളതിനെ ഓരോ ഘട്ടത്തിൽ കണക്കാക്കിയാലും ഈ നേതാക്കന്മാരുടെ ഒന്നും സംഭാവനയൊന്നും നമ്മൾ വില കുറച്ച് കാണുന്നില്ല. പക്ഷേ ഈ വിഷയം വരുമ്പോൾ ഇവർക്കെല്ലാവർക്കും പാളുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. രാഷ്ട്രീയ രംഗത്ത് നേതൃതലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്ന സമയത്ത്, അല്ലെങ്കിൽ അവർ ഉയർന്നു വരുന്ന സമയത്ത് അവർ ആ നിലയ്ക്ക് ഇത് പ്രത്യേകിച്ച് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതിനാരും കൈ കൊടുത്ത് ഉയർത്തേണ്ടതില്ല. പക്ഷേ അവരെ അംഗീകരിക്കുകയും അവരുടെ ശേഷിയെ ബഹുമാനിക്കുകയും ചെയ്താൽ മാത്രം മതി. ആ കാര്യങ്ങൾ എന്താണ് അവർക്ക് വേണ്ടത് അവർ തന്നെ നേടിയെടുത്തുകൊള്ളും. പക്ഷേ അത്തരം ഒരു സാഹചര്യം സൃഷ്ടിക്കാതിരിക്കാനുള്ള ബോധപൂർവമായ ഇടപെടലും ശ്രമങ്ങളും അതെല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ഭാഗത്തുനിന്നുണ്ട്. എന്തുകൊണ്ട് കേരളം വളരെ പ്രോഗ്രസീവാണ് എന്ന് നമ്മൾ അവകാശപ്പെടുമ്പോൾ നമ്മൾ തന്നെ തിരിഞ്ഞു നിന്ന് ആലോചിച്ചാൽ കേരളത്തിൽ ഇപ്പോൾ തമിഴ്നാട്ടിലേക്ക് നമ്മൾ അവിടുത്തെ രാഷ്ട്രീയത്തെ പലതരത്തിൽ പരിഹസിക്കാറുണ്ട്. അവിടുത്തെ രാഷ്ട്രീയത്തെ സിനിമാക്കാർ വരുന്നു, അത് ഇതെന്നൊക്കെ. അവിടെ ജയലളിത മുഖ്യമന്ത്രിയായി വന്നിട്ടുണ്ട്. അപ്പുറത്ത് വിവിധ സംസ്ഥാനങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ മായാവതിയെ പോലെയുള്ള മുഖ്യമന്ത്രി, മമതാ ബാനർജിയെ പോലൊരു മുഖ്യമന്ത്രിയൊക്കെ വരുന്ന സംസ്ഥാനങ്ങളിൽ ഉത്തർപ്രദേശിനെ നമ്മൾ പല കാര്യത്തിലും പരിഹസിക്കും. പക്ഷേ അവിടെ ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആ നിലയ്ക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ അങ്ങനെയാണോ, അതാണോ അങ്ങനെ സ്ത്രീ ആയതുകൊണ്ട് വരണം എന്ന മട്ടിലാണോ അതിനെ കണക്കാക്കേണ്ടത്? അങ്ങനെയല്ലല്ലോ എന്നൊക്കെ വിലയിരുത്തിയാലും അടിസ്ഥാന പ്രശ്നം ഇതൊക്കെ തന്നെയാണ്. അത് കേരളം ഈ കാര്യത്തിൽ കുറച്ച് പിന്നോട്ടാണ്. ഇത് ഈ കാര്യത്തിൽ മാത്രമൊന്നുമല്ല, ഇപ്പോൾ ഭാഷാ ന്യൂനപക്ഷങ്ങളെ പരിഗണിക്കുന്ന കാര്യത്തിൽ ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ രംഗത്തുള്ള ചില പ്രശ്നങ്ങളാണ്. അതായത് ഭാഷാ ന്യൂനപക്ഷങ്ങളായിട്ടുള്ള ആളുകളെ ഒരു മന്ത്രിസ്ഥാനത്തേക്ക് ഉയർത്തിക്കൊണ്ടുവരാനൊക്കെയുള്ള ഒരു ശ്രമം കർണാടക പോലെ, കർണാടകത്തിൽ പോയാലും തമിഴ്നാട്ടിൽ പോയാലും മലയാളികൾ മന്ത്രിമാരും മുഖ്യമന്ത്രിമാരും ആവും. പക്ഷേ കേരളത്തിൽ അത് സംഭവിക്കില്ല. കാരണം അടിസ്ഥാനപരമായി കേരളം ഇത്തരം കാര്യങ്ങളിൽ വളരെ സങ്കുചിതമായ ഒരു മനോനില വെച്ച് പുലർത്തുന്നുണ്ട്. കേരളത്തിൻ്റെ ഈ പ്രോഗ്രസീവ് ഇമേജിന് ഞാൻ എപ്പോഴും നിരന്തരം നമ്മളെല്ലാം ഈ വേദിയിൽ പരമാവധി നമ്മൾ എന്തിനാണ് കേരളത്തെ ഇകഴ്ത്തിക്കാട്ടുന്നതിനെതിരെ നമ്മൾ ശക്തമായി സംസാരിക്കാറുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ളൊരു പ്രൊപ്പഗാൻഡയ്ക്കെതിരെ നമ്മൾ വളരെ ശക്തമായി സംസാരിക്കാറ്. പക്ഷേ ഈ കാര്യം അടിസ്ഥാനപരമായി കേരളത്തിൻ്റെ കാര്യത്തിലൊരു പ്രശ്നമാണ്. അതായത് രാഷ്ട്രീയ രംഗത്ത് ഉയർന്നു വരുന്ന സ്ത്രീകൾക്കെതിരെ വളരെ എളുപ്പത്തിൽ ഇത്തരത്തിൽ എന്താണ് ലൈംഗിക അധിക്ഷേപങ്ങളൊക്കെ ചുമത്തിക്കൊണ്ട് ഏതെങ്കിലും തരത്തിൽ അവരെ തളർത്താനുള്ള ശ്രമം ഉണ്ടാവുക, ആ നിലയ്ക്ക് പരിഗണന അർഹിക്കുന്ന ഈ ഭാഷാ ന്യൂനപക്ഷങ്ങൾ അടക്കമുള്ള ആളുകളെ വേണ്ട രീതിയിൽ പരിഗണിക്കാതിരിക്കുക, ഇതെല്ലാം യഥാർത്ഥത്തിൽ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ ആ പ്രസംഗത്തിൻ്റെ ആദ്യഘട്ടത്തിൽ ആ പ്രസംഗത്തിൻ്റെ അതാണ്ട് പൂർണ്ണരൂപം ഞാൻ കേട്ടതാണ്. 6 മിനിറ്റോളം പ്രസംഗമുള്ളതുകൊണ്ട് ഞാനത് മുഴുവൻ കേട്ടിരുന്നു. അത്രയേ ഉള്ളൂ. അതിനകത്ത് അദ്ദേഹം ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യം, ഒരു കഴിവില്ലാത്തയാൾ ആണ് ഈ പ്രതിഭ എന്ന മട്ടിലാണ്. അപ്പോൾ ഞാനെടുത്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു 10,500 കോടി രൂപയുടെ വികസന പദ്ധതികൾ ആ മണ്ഡലത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ഒരാളാണ് പ്രതിഭ. ഇത്തവണ അവിടെ ശക്തമായ മത്സരം നടക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ വളരെ അഗ്രസീവായിരിക്കും നേതാക്കന്മാരുടെ ഈ വിഷയത്തിലുള്ള ഇടപെടലൊക്കെ, അതൊക്കെ അംഗീകരിക്കാം. പക്ഷേ ഇങ്ങനെയല്ലല്ലോ അതിനെ പറയേണ്ടത്. അവിടെ പല സാഹചര്യങ്ങൾ ഒത്തു വന്നിട്ടുണ്ട്. കാരണം കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ BJPക്ക് നന്നായി പെർഫോം ചെയ്യാൻ കഴിഞ്ഞ ഒരു നിയമസഭാ മണ്ഡലമാണ് കായംകുളം മണ്ഡലം. പക്ഷേ ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ G സുധാകരനെ MM ഹസൻ ഒരിക്കൽ തോൽപ്പിച്ചതൊഴിച്ചാൽ ഒരു കാലത്തും കായംകുളം മണ്ഡലത്തിൽ കോൺഗ്രസ് ജയിച്ചിട്ടില്ലാത്ത മണ്ഡലമാണ്. LDFിൻ്റെ ഉറച്ച സ്ഥലമാണ് അത്. പക്ഷേ ഇപ്പുറത്ത് മത്സരിക്കുന്ന ലിജുവിനെ നോക്കിയാൽ മുമ്പ് അവർ തമ്മിൽ മത്സരിച്ചിട്ടുള്ള ലിജു പരാജയപ്പെട്ടിട്ടുള്ളതാണ്. പക്ഷേ അതുകൂടി പറഞ്ഞു പോകണമല്ലോ, ഈ പരാമർശത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പിന്തുണ ലിജുവിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് 100% ഉറപ്പായിരുന്നു. കാരണം കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടികകളിൽ എനിക്ക് തോന്നുന്നു ഞാൻ ഏറ്റവും ബഹുമാനിക്കുന്ന നേതാക്കന്മാരിൽ ഒരാൾ തന്നെയാണ് ലിജു. കാരണം ആ നിലയ്ക്ക് വളരെ
മാന്യമായി പെരുമാറുന്ന, രാഷ്ട്രീയ എതിരാളികളോട് മാന്യമായി സംസാരിക്കുന്ന, മാധ്യമപ്രവർത്തകരോട് മാന്യമായി സംസാരിക്കുന്ന, കാര്യങ്ങളോട് വ്യക്തമായ വിഷയങ്ങളെക്കുറിച്ച് വ്യക്തമായ നിലപാടുള്ള ഒരു നേതാവ് അദ്ദേഹം. പ്രതിഭയെ ആയിട്ട് മത്സരിക്കുമ്പോൾ ഏതാണ്ട് ഒരേ തലപ്പൊക്കമുള്ള രണ്ടുപേരുടെ മത്സരം എന്ന മട്ടിൽ നമുക്ക് വേണമെങ്കിൽ വിലയിരുത്താവുന്ന രണ്ടുപേരുടെ മത്സരമായി തന്നെയാണ് ഞാനതിനെ കാണുന്നത്. ആ നിലയ്ക്കൊരു മത്സരമൊക്കെയാണ് നടക്കുന്നത്. പക്ഷേ അവിടെ ലിജുവിനെ മുന്നോട്ട് വയ്ക്കുമ്പോൾ, ലിജുവിനെ അവതരിപ്പിക്കാൻ ഈ പറഞ്ഞ പ്രയോഗമില്ലാതെ തന്നെ ധാരാളം കാര്യങ്ങൾ ഈ നേതാവിന് പറയാനുണ്ടാവും. അവിടെ എങ്ങും നിൽക്കാതെ അദ്ദേഹത്തിൻ്റെ പ്രസംഗം ആദ്യന്തം ഈ പറയുന്ന പ്രതിഭയ്ക്കെതിരെയുള്ള ഈ പരാമർശങ്ങളിലാണ് നിൽക്കുന്നത് എന്നുള്ളിടത്താണ് അതിൻ്റെ പ്രശ്നം. ശക്തമായ നിലപാട് UDF എടുത്തിട്ടുണ്ട്. അദ്ദേഹത്തെ പുറത്താക്കിയിട്ടുണ്ട്. മണ്ഡലത്തെ കൺവീനറായിരുന്നു അദ്ദേഹം, ഈ UDFൻ്റെ കൺവീനറായിരുന്നു അദ്ദേഹം. ആ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ പുറത്താക്കിയിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് മുസ്ലിം ലീഗും അദ്ദേഹത്തെ പുറത്താക്കിയിട്ടുണ്ടെന്നാണ്. അത്രയും നടപടികൾ അത് ചെറിയ കാര്യമല്ല, ശക്തമായ നടപടികൾ തന്നെയാണ്. അതിനെയും നമ്മൾ അംഗീകരിക്കേണ്ടതുണ്ട്. കാരണം സാധാരണ ഇത്തരം വിഷയങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതിനെ എങ്ങനെയെങ്കിലും ഉരുട്ടിപ്പുരട്ടി കൈകാര്യം ചെയ്ത് പോകാനുള്ള ശ്രമമാണ് രാഷ്ട്രീയ പാർട്ടികൾ, നേതാക്കൾ പൊതുവെ നടത്തുക. പക്ഷേ ഈ കാര്യത്തിൽ ശക്തമായ നടപടികൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പ്രതിഭ എന്ന അവിടെ കഴിവ് തെളിയിച്ച, ശേഷി തെളിയിച്ച, അവിടെ സംസ്ഥാനത്തിന് തന്നെ അഭിമാനമായി മാറാൻ തക്കവണ്ണം നമുക്ക് അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരു ജനപ്രതിനിധിയെ ഇത് പറഞ്ഞല്ല നേരിടേണ്ടത്. ഇത് പറയാതെ നേരിടാനുള്ള ധാരാളം മാർഗ്ഗങ്ങൾ അവിടെ ഉണ്ടെന്നിരിക്കെ, ആ രാഷ്ട്രീയം അവിടെ പറയുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് അപ്പുറത്ത് ലിജു എന്നിരിക്കെ, ഈ ഇർഷാദിൻ്റെ സഹായം ഇല്ലാതെ തന്നെ ലിജുവിന് ശക്തമായ ഒരു മത്സരം കാഴ്ചവെക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം അവിടെയുണ്ട്. നല്ല മത്സരം നടക്കട്ടെ, അതുമാത്രമാണ്. കാരണം ഇപ്പോൾ ആ മണ്ഡലത്തെക്കുറിച്ച് ഇന്നിപ്പോൾ പലരും പറയുന്നുണ്ട്, ഇപ്പോൾ പ്രതിഭ പൊട്ടിക്കരഞ്ഞു. സ്വാഭാവികമാണ്. ഒരു വ്യക്തി, അതായത് തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സമ്മർദ്ദത്തിൽ നിൽക്കുന്ന ഒരാളെ ഈ മട്ടിൽ തളർത്താൻ തക്കവണ്ണമുള്ള ഈ പ്രയോഗങ്ങൾ, അതുകൊണ്ട് അവർ തളരുമെന്നല്ല, പ്രയോഗം നടത്തുന്നതിനെ ചിലപ്പോൾ നമ്മൾ ഈ പറഞ്ഞതുപോലെ ആ തെരഞ്ഞെടുപ്പിൻ്റെ സമ്മർദ്ദവും കൂടി ചേർന്ന് വരുമ്പോഴാണ് ചിലപ്പോൾ അതൊരു വിങ്ങിപ്പൊട്ടലിലേക്കോ കരച്ചിലേക്കോ ഒക്കെ പോവുക. അതപ്പുറത്ത് ലിജുവിനുണ്ട്. ഇപ്പോൾ ഞാൻ സോഷ്യൽ മീഡിയയിൽ അവർ കരഞ്ഞതിനെ പരിഹസിക്കുന്ന കുറേ ആളുകളെ കണ്ടു. അത് വളരെ പരിഹാസ്യമാണ്. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. കാരണം ലിജുവും വിങ്ങിപ്പൊട്ടിക്കൊണ്ടാണ് കഴിഞ്ഞ ദിവസം അവിടെ സംസാരിച്ചത്. അതും സ്വാഭാവികമാണ്. കാരണം കോൺഗ്രസ് രാഷ്ട്രീയത്തിലൊരു സീറ്റ് കിട്ടുക എന്നുള്ളത് പ്രധാനമാണ്. കിട്ടിയാൽ നല്ല നേതാക്കന്മാർ ഒരിക്കൽ വിജയിച്ചു കഴിഞ്ഞാൽ ആ മണ്ഡലത്തെ പരമാവധി നേഴ്സ് ചെയ്ത് എങ്ങനെയെങ്കിലും നിലനിർത്തുന്ന സാഹചര്യമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് കോൺഗ്രസ്. അപ്പോൾ ആ നിലയ്ക്ക് അദ്ദേഹത്തിന് 3 തവണ പരാജയപ്പെട്ടയാളാണ്. പല കാരണങ്ങൾ കൊണ്ട് 3 തവണ പരാജയപ്പെട്ടയാളാണ്. അപ്പോൾ അദ്ദേഹം 4ാം തവണ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ അതും ആ സമ്മർദ്ദം അദ്ദേഹത്തെയും കരയിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അതിപ്പോൾ കരച്ചിൽ എന്ന് പറയുന്നത് എന്തോ ഒരു മോശം സംഗതിയാണ് എന്ന് കരുതേണ്ടതില്ല. അത് പ്രതിഭയുടെ കരച്ചിലായാലും ലിജുവിൻ്റെ കരച്ചിലായാലും സോഷ്യൽ മീഡിയയിൽ പരിഹസിക്കപ്പെടേണ്ടതല്ല. അവിടെ നല്ല മത്സരം നടക്കട്ടെ. ആര് ജയിച്ചാലും മികച്ച ജനപ്രതിനിധിയായി കേരളത്തിനുണ്ടാവും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പിന്നെ BJP നല്ല പ്രകടനം നടത്തിയ മണ്ഡലമാണത്. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ അവരും മത്സരരംഗത്തുണ്ട് എന്നുള്ളത് ഓർത്ത് നമുക്ക് പോകാം. കഴിഞ്ഞ 25 വർഷത്തിലധികമായി രാഷ്ട്രീയ രംഗത്ത് സജീവമാണ് അഡ്വക്കേറ്റ് പ്രതിഭ. SFIയിലൂടെ കടന്നു വന്ന് തകഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായും ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായും പ്രവർത്തിച്ചതിൻ്റെ മികവിലാണ് 2016 പ്രതിഭ നിയമസഭയിലേക്ക് മത്സരിക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നപ്പോൾ കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരിൽ ഒരാളായിരുന്നു പ്രതിഭ. പിന്നീട് കായംകുളത്തെ ജനപ്രിയ MLA ആയി മാറാൻ പ്രതിഭയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ഒട്ടും ന്യായീകരിക്കാനാവാത്ത പരാമർശങ്ങളാണ് ഒരു പൊതുവേദിയിൽ വെച്ച് ഒരു വനിതാ ജനപ്രതിനിധിയായ പ്രതിഭയെക്കുറിച്ച് ഇന്നലെ ഉണ്ടായത്. തെരഞ്ഞെടുപ്പ് കാലത്ത് സ്ഥാനാർത്ഥികളെ രാഷ്ട്രീയം പറഞ്ഞ് നേരിടാൻ സാധിക്കാതെ വരുമ്പോൾ അവരെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നത് അത്യന്തം അപകടകരമായ ഒരു പ്രസ്താവനയാണ്, ഒരു രീതിയാണ്. ആ പ്രസ്താവനയാണ് അവിടെ ഈ UDFൻ്റെ മണ്ഡലം കൺവീനർ കൂടിയായ ലീഗ് നേതാവിൻ്റെ ഭാഗത്തു നിന്ന് ഉയർന്നത്. അടിസ്ഥാനപരമായി പ്രതിഭ ഈ 3ാം വട്ടവും പരിഗണിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ്? അവരുടെ ശേഷി കൊണ്ടാണ്. CPIM ആ ശേഷിയെ പരിഗണിക്കുന്നത് കൊണ്ടാണ്. കാരണം അവിടെ ആഭ്യന്തരമായി CPIMനുള്ളിൽ നിന്ന് തന്നെ അവർക്കെതിരായ വലിയ എതിർപ്പ് ഉയർന്നിട്ടുണ്ട്. വിഭാഗീയ പ്രവർത്തനങ്ങൾക്ക് പേരെടുത്ത മണ്ഡലമാണ് കായംകുളം. ഇതെല്ലാം നമുക്ക് മുന്നിലുള്ളപ്പോൾ വീണ്ടും പ്രതിഭയെ പരിഗണിക്കുന്നത് അവരവിടെ കഴിവ് തെളിയിച്ച ആളായതുകൊണ്ട് മാത്രമാണ്. രാഷ്ട്രീയ വിയോജിപ്പുകളെ വ്യക്തിപരവും ലിംഗപരവുമായ അധിക്ഷേപങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് നമ്മുടെ ജനാധിപത്യ സംവിധാനങ്ങൾക്ക് ഒട്ടും ഭൂഷണമല്ല. സംഭവം വിവാദമായപ്പോൾ ഖേദം പ്രകടിപ്പിച്ചെങ്കിലും തൻ്റെ പരാമർശത്തെ വളച്ചൊടിക്കുകയായിരുന്നു എന്ന് പറഞ്ഞ് ന്യായീകരിക്കാൻ ഈ ലീഗ് നേതാവ് ശ്രമിച്ചതും അംഗീകരിക്കാനാവില്ല. വേദിയിലുണ്ടായിരുന്ന DCC പ്രസിഡന്റ് അടക്കമുള്ള മുതിർന്ന നേതാക്കൾ ആ പരാമർശത്തെ ആ ഘട്ടത്തിൽ തന്നെ എതിർക്കേണ്ടതായിരുന്നു എന്ന കാര്യത്തിലും RDXന് സംശയമില്ല. ഈ വിഷയത്തെ ഈ ഘട്ടത്തിൽ LDF ആയുധമാക്കും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഇത് UDF ക്യാമ്പിന് ഏതെങ്കിലും തരത്തിൽ ക്ഷീണമേൽപ്പിക്കുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം.